പാട്ടുകൾ ക്രിസ്തീയ ജീവിതത്തിലും ആരാധനയിലും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. അർത്ഥവത്തായ പാട്ടുകൾ നമ്മെ ദൈവ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുകയും ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. മലയാള ക്രൈസ്തവ ഗാന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമായ മിസ്റ്റർ തോമസ് മാത്യു കരുനാഗപ്പള്ളിയെ ഹ്യൂസ്റ്റൺ വോയിസിലൂടെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സെൻറ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ക്യാരൽ സർവീസിൻ്റെ മുഖ്യ പ്രസംഗകനായി ഹ്യൂസ്റ്റണിലെത്തിയിരിക്കുന്ന ബഹുമാനമുള്ള മിസ്റ്റർ തോമസ് മാത്യു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഹ്യൂസ്റ്റണിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു സാർ. വെൽക്കം. സാറിൻ്റെ പാട്ടുകൾ വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ, മൽപ്രിയനെ യേശു നായകനെ. നമ്മൾ ഇന്നത്തെ ഒരു ക്രൈസ്തവ ഗാനരചന മേഖല നോക്കുകയാണെങ്കിൽ പാട്ടുകൾ വെറും പദം പറച്ചിലുകളായി മാറിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും അർത്ഥവത്തായ പാട്ടുകൾ എപ്പോഴും എല്ലാ ക്രൈസ്തവരും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനായിട്ടുള്ളത്, സാറിൻ്റെ ഈ ഒരു സംഗീത ശുശ്രൂഷയിലേക്കുള്ള വരവ് അതെങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ചെറുപ്പത്തിലെ തന്നെ സംഗീതം പഠിക്കുകയും ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്? തീർച്ചയായിട്ടും അച്ഛൻ്റെ ചോദ്യത്തിന് പ്രതികരിക്കുന്നതിന് മുമ്പായി രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൂസ്റ്റൺ വോയിസിൻ്റെ നാമധേയത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അഭിമുഖം പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇടയാക്കിയ ദൈവകൃപകൾക്കായി സ്വർഗീയനാഥന് കോടാനുകോടി സ്തുതിസ്തോത്രങ്ങളും കൃതജ്ഞതയും ആരാധനയും മഹത്വം അർപ്പിക്കുന്നു. ഈ പ്രത്യേക ശുശ്രൂഷ ക്രമീകരിച്ച് ഏഴയായി എന്നെ ക്ഷണിച്ച് പ്രിയ ബഹുമാനപ്പെട്ട സിന്നി ഉമ്മൻ സാറിനും സഹധർമ്മിണി ഷൈനി ഉമ്മൻ സിസ്റ്ററിനും ഹൃദയനിർഭരമായ കൃതജ്ഞതയുടെ കൂപ്പുകൈ സാധനം സമർപ്പിക്കുന്നു. ഇന്നത്തെ അഭിമുഖം പ്രോഗ്രാമിൽ ഏഴയായ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ബെന്നി തോമസ് അച്ഛന് ആദരവിൻ്റെ കൂപ്പുകൈ സാധനം സമർപ്പിക്കുന്നു. സരിഗമ പതിരസ പോലും ഇതുവരെയും കൂട്ടിപ്പാടാൻ പഠിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഒരു ഹാർമോണിയം പോലും ഇതുവരെയും വായിക്കാനായിട്ട് അറിയില്ല. ഇതുവരെയുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ 95% ട്രാജഡീസ് ആൻഡ് സോറോസ് ആൻഡ് ബെറീമെൻ്റ് ആൻഡ് ആക്സിഡൻസ് ആണ് നേരിടേണ്ടതായിട്ട് വന്നത്. അങ്ങനെയുള്ള വേദനാജനകമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നപ്പോൾ, ഒരു കൊച്ചു ബാലനെപ്പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞപ്പോൾ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവാം പ്രിയൻ എൻ്റെ ഉള്ളത്തെ ആശ്വസിപ്പിച്ച് മുൻപ് കേട്ടിട്ടില്ലാത്ത പുതുപുത്തൻ രാഗങ്ങൾ പ്രദാനം ചെയ്യുകയും അധികം താമസിയാതെ പ്രസ്തുത രാഗങ്ങൾക്ക് അനുയോജ്യമായ മലയാള പദങ്ങളോ ഇംഗ്ലീഷ് പദങ്ങളോ ദാനമായി നൽകി ഗാനങ്ങൾ കമ്പോസ് ചെയ്യുവാൻ കൃപ പകരുകയും ചെയ്യുന്നു. കേരളക്കരയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ സംഗീതജ്ഞന്മാർ ആ രചനകളെ വിലയിരുത്തുമ്പോൾ ഒരു മിസ്റ്റേക്കും കാണുന്നില്ല, പെർഫെക്റ്റ് കോമ്പോസിഷൻ ആയിരിക്കുന്നുവെന്ന് അവരറിയിക്കുമ്പോൾ നിറകണ്ണുകളോട് ഞാൻ മുട്ടം മേലുമാണ് കർത്താവിന് മഹത്വം ഉറപ്പിക്കാറുണ്ട്. സുവിശേഷ ഗാനരചനയിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ മാരാമൺ കൺവെൻഷൻ ഗായക സംഘ നേതാവായിരുന്ന പരേതനായ റവറൻ KP ഫിലിപ്പച്ചൻ്റെ ബഹുമാന്യ സ്മരണകൾക്ക് മുന്നിൽ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ സ്വന്തം കരങ്ങളിൽ എന്തി എന്നെ ഉറക്കിയും ഉണർത്തിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ സ്നേഹസ്മരണകൾക്ക് മുന്നിൽ 1000 കണ്ണുനീർപ്പൂക്കൾ ഇത്തരണത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്ക് 6 വയസ്സപ്പോൾ ഉള്ളപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്തൊരു മുരിങ്ങ വൃക്ഷം നിൽപ്പുണ്ടായിരുന്നു. ആരാധനകളിൽ പോയി പങ്കെടുത്തിട്ട് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് ആരാധനകളിൽ പ്രസംഗരായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ അനുകരിച്ചുകൊണ്ട് ആ മുരിങ്ങയിൽ കയറി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ സ്ഥലത്ത് 120 പേർക്കിരിക്കാവുന്ന ഒരു പ്രാർത്ഥനാലയം കർത്താവ് പണിത് തന്നിരിക്കുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാനിപ്പോൾ കടക്കട്ടെ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടവിത്തിരക്കിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം
എന്നുള്ള ആ പുരാതന കീർത്തനത്തെ അനുകരിച്ചുകൊണ്ട് ഒരു അനുകരണ ഗാനം ഞാൻ കമ്പോസ് ചെയ്തു. അലറുന്ന അലകളാലും കൊടിയ കൊടുങ്കാറ്റിനാലും എൻ വിശ്വാസവഞ്ചി ആടയൊലിയുമ്പോൾ ലോകമാം ഗംഭീര സാഗരത്തിൽ ഹല്ലേലൂയ എന്ന അമരക്കാരനാം യേശു എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല, സ്വർഗ്ഗ സിയോൻ തീരത്തെത്തിക്കും എന്നായിരുന്നു ആ അനുകരണ ഗാനത്തിൻ്റെ ആരംഭ വരികൾ. കൊല്ലം ചിന്നക്കടയിലുള്ള ദക്ഷിണ കേരള CSI മഹായിടപെട ആഭിമുഖ്യത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനാഥാലയത്തിൽ എല്ലാ വ്യാഴാഴ്ചയും കുട്ടികളെ പാട്ടുകൾ പഠിപ്പിക്കാനും കഥകൾ പറഞ്ഞു കൊടുക്കാനും പോകാറുണ്ടായിരുന്നു. ഈ പാട്ടിൻ്റെ വരികൾ അവരെ പഠിപ്പിച്ചു. 4-5 മാസം കഴിഞ്ഞപ്പോൾ കൊല്ലം ക്രേവൻ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് കൊല്ലം പട്ടണത്തിലെ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സുവിശേഷ മഹായോഗം ക്രമീകരിക്കപ്പെട്ടു. മാരാമൻ കൺവെൻഷൻ പ്രസംഗനായിട്ട് കടന്നു വന്നിരുന്ന AB മാസിലമണി അച്ഛനായിരുന്നു അന്നത്തെ പ്രസംഗനായിട്ട് വന്നത്. ഞാൻ കോടതിയിൽ ലൈബ്രറി വർക്കെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനോടൊപ്പം കൺവെൻഷനിൽ പോയി പങ്കെടുത്തു. അപ്പോൾ അവിടുത്തെ CSI ക്രൈസ്റ്റ് ഗായ സംഘം അതിമനോഹരമായി, അന്ന് ഇലക്ട്രോണിക് ഓർഗണൊന്നും ഇറങ്ങിയിട്ടില്ല, പതുക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ. ഇലക്ട്രോണിക് ഓർഗണൊക്കെ വെച്ച് അതിഗംഭീരമായി കൊല്ലം CSI ഗായക സംഘം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കോയിൽ ലീഡർ അനൗൺസ് ചെയ്യുന്നു, അടുത്ത ഗാനം ഒരു പുത്തൻ ഗാനമാണ്, നിങ്ങൾക്കായി പാടാൻ പോവുകയാണ്. അലറുന്ന അലകളാലും കൊടിയ കൊടുങ്കാറ്റിനാലും എൻ വിശ്വാസവഞ്ചി ആടയൊലിയുമ്പോൾ ലോകമാം ഗംഭീര സാഗരത്തിൽ എന്ന് കോയിൽ ലീഡർ അനൗൺസ് ചെയ്യുകയും ഞാൻ അത്ഭുതപ്പെട്ട് അവർ പാടുമ്പോൾ മുട്ടുമേലുമുള്ള നിറകണ്ണുകളോടെ പ്രിയ കർത്താവിന് മഹത്വർപ്പിക്കുകയും ചെയ്തു. അടുത്ത തിങ്കളാഴ്ച ആൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം നിലയം പ്രസ്തുത ഗാനം പ്രക്ഷേപണം ചെയ്യുന്നത് കേട്ടപ്പോഴും ഞാൻ മുട്ടുമേൽ വീണ നിറകണ്ണുകളോടെ കർത്താവിന് മഹത്വർപ്പിച്ചു. അതിനെ തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഒരു ഗാനത്തെ അനുകരിക്കാതെ അങ്ങയുടെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഗാനങ്ങൾ കമ്പോസ് ചെയ്യുവാൻ കൃപ പകരണമേ. പക്ഷേ സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ സംശയം വരാൻ തുടങ്ങി. കാരണം സംഗീതം പഠിക്കാത്തതായിട്ടുള്ള ബലഹീനനായ എനിക്ക് പുത്തൻ രാഗത്തിൽ എങ്ങനെ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റും? ആ സംശയം എന്നെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. 1977 ഏപ്രിൽ മാസം 17-ാം തീയതി അന്നൊരു ഞായറാഴ്ച കാനറ ബാങ്കിൽ നിയമനം ലഭിച്ച് ഞാൻ വയനാട്ടിൽ അമ്പലവയൽ എന്ന സ്ഥലത്ത് പാർത്തുകൊണ്ടിരിക്കവേ 6 കിലോമീറ്റർ അകലെ വാഴവറ്റ എന്ന ഗ്രാമത്തിലെ മാനന്തവാടി കത്തോലിക്ക രൂപതയുടെ അധീനതയിലുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ റോമൻ കത്തോലിക്ക പള്ളിയിലെ വികാരിയച്ഛനായിരുന്ന റവറൻഡ് ഫാദർ ഫ്രാൻസിസ് വാളയലച്ചൻ അദ്ദേഹത്തിൻ്റെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു കരിസ്മാറ്റിക് കോൺഫറൻസിൽ പ്രസംഗനായിട്ട് എന്നെ ക്ഷണിച്ചു. അന്നൊക്കെ വയനാട് വികസിതമല്ലായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ അവിടെ വളരെ കുറവായിരുന്നു. ആളുകൾ കാൽനടയായിട്ടാണ് ഗ്രാമീണ പാതകളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു, 6 കിലോമീറ്ററെങ്കിലും ഉണ്ട് ദൂരം, 2 മണിക്കൂറെങ്കിലും നടക്കേണ്ടതായിട്ട് വരും, 7 മണിക്ക് യാത്ര ആരംഭിക്കണം. ബാങ്കിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ട് വരുമ്പോൾ സമതല പ്രദേശമായ കരുനാഗപ്പള്ളി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് വയനാട്ടിലെ ഗ്രാമീണ റോഡുകളിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറി ഇറങ്ങിപ്പോവുക വളരെ ദുഷ്കരമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് സാധാരണ ബാങ്കിലെ പ്യൂൺ ആദിവാസി കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞിരാമനോടൊപ്പം വരുമായിരുന്നു. ഞാൻ വയനാട്ടിലെ ഗ്രാമീണ പാതകളിലെ കയറ്റങ്ങളൊക്കെ കയറി പോകുമ്പോൾ ക്ഷീണിക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ ആദ്യം കയറി കുഞ്ഞിരാമൻ്റെ വലം കൈ പുറകോട്ട് നിട്ട് തരും. ആ കയ്യിൽ ഞാൻ കയറി പിടിക്കും. ട്രെയിനിൻ്റെ എഞ്ചിൻ ബോഗിയെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ കുഞ്ഞിരാമൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഈ ആവശ്യത്തിന് കുഞ്ഞിരാമനെ വിളിക്കാൻ ഒക്കുകയില്ലല്ലോ. അതുകൊണ്ട് 1 മണിക്കൂറുടെ നേരത്തെ ഞാൻ യാത്രയായി. അച്ഛൻ എന്നോട് പറഞ്ഞു, 500-ൽ പരം കുട്ടികൾ കോൺഫറൻസിൽ പങ്കെടുക്കും, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാനായിട്ടുള്ള ബുക്ക്ലെറ്റുകൾ നിറച്ച പെട്ടി ഇടത്തെ കയ്യിലുണ്ടായിരുന്നു. ആ പെട്ടിക്ക് നല്ല ഘനമുണ്ടായിരുന്നു. വലം കരുത്തിൽ നിവർത്തി കൊടയും പിടിച്ചിരുന്നു. ഏകാന്തപഥികനായി വയനാട്ടിലെ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ആ ഗ്രാമീണ പാതയിൽ കൂടെ ഞാൻ യാത്ര ആരംഭിച്ചു. അമ്പലവയലിലെ ഹോട്ടലുകളൊന്നും തുറന്നിരുന്നില്ല. അതുകൊണ്ട് കട്ടൻ കാപ്പി പോലും കുടിക്കാതാണ് യാത്ര ആരംഭിച്ചത്. ഒരു ഭാഗത്ത് കറുത്ത വികൃതമായ പാറക്കെട്ടുകൾ കാണാമായിരുന്നു. ഏകാന്തപഥികനായി ഒറ്റയ്ക്ക് ആ വയനാട്ടിലെ ഗ്രാമീണ പാതയിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും കയറിയിറങ്ങി ഏകദേശം പകുതി ദൂരമായപ്പോഴത്തേക്കും ക്ഷണിച്ചു തുറന്നു. ശരീരമാസകലം വെന്ത് വീർത്ത് വേദനിക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ദാഹശമനത്തിന് കിട്ടാൻ മാർഗമില്ല.
വയനാടൻ ചുരത്തിൽ കൂടെ പാറക്കെട്ടുകളെ തട്ടിമുട്ടി വീശിയടിക്കുന്ന ശീതക്കാറ്റ് കേട്ടിട്ട് പോലും ഞാൻ വെന്ത് വിയർത്തൊഴുകുകയായിരുന്നു. എതിരെ ഒരു വയനാട്ടുകാരൻ വന്നുകൊണ്ടിരുന്നു. അയാളെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഞാൻ പകുതി ദൂരം കടക്കേണ്ടതായിട്ടുണ്ട്. 3 കിലോമീറ്ററോളം ഇനിയും കടന്നു പോയെങ്കിലേ പള്ളിയിലെത്താൻ സാധിക്കുകയുള്ളൂ. വാച്ചിലേക്ക് നോക്കിയപ്പോൾ 8:30 മണിയായിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. 1 മണിക്കൂറിൽ എങ്ങനെ നടന്ന് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരും? ഞാൻ മുമ്പോട്ട് നോക്കി. മൂടൽ മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന വയനാടൻ മലനിരകൾ, മുന്നിൽ പുറകോട്ട് നോക്കി പിന്നിട്ട ചെമ്മൺ പാത. മുമ്പോട്ട് പോകാനോ പുറകോട്ട് പോകാനോ നിവർത്തിയില്ലാതെ ഞാൻ ഉത്കണ്ഠയാൽ ഉലയാൻ തുടങ്ങി. പാതയോരത്തെ ഒരു കൊച്ചു പാറക്കുറത്ത് ഒരു നിമിഷം കരയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ആ സമയം 73-ാം സങ്കീർത്തനം 23-ഉം 24-ഉം വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സ്മരണയിൽ ദാനമായി നൽകി. ആസാപ്പ് പറയുന്നു, അങ്ങൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അങ്ങയുടെ ആലോചന അങ്ങനെ മുന്നോട്ട് നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തുകൊള്ളും. ആ വാക്യങ്ങൾ എനിക്ക് വളരെ വളരെ ആത്മപ്രചോദിതമായി. എൻ്റെ ബാങ്ക് പ്യൂൺ കുഞ്ഞിരാമൻ വലം കൈ പുറകോട്ട് നീട്ടിത്തന്ന് എന്നെ കയറ്റങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നത് ഓർത്തുകൊണ്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആസാപ്പിലെ ദൈവമേ, അങ്ങയുടെ വലം കരം എനിക്ക് വേണ്ടി നീട്ടിത്തരണമേ. പകുതി ദൂരം നടന്നെത്തുവാൻ 2.5 മണിക്കൂർ എടുത്തു നാഥാ. അവശേഷിക്കുന്ന 3 കിലോമീറ്റർ 1 മണിക്കൂറിൽ നടന്നു കടന്നു പോകുവാൻ അല്പം പോലും ശക്തിയില്ലാത്തവനായി ശരീരമാസകലം വെന്ത് ഉയർത്ത് വേദനിച്ച് ദാഹത്താൽ ക്ഷീണിതനായിരിക്കുന്ന എന്നെ കൃത്യസമയത്ത് യോഗസ്ഥലത്തെത്തിക്കണമേ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ പ്രിയ പ്രേക്ഷകരെ, മോനെ മോനെ എന്ന് വിളിക്കുന്ന ശാന്താർദ്രമായ ശബ്ദം, എൻ്റെ സ്വന്തം അപ്പച്ചൻ വന്ന് വിളിക്കുന്ന പോലുള്ള ശാന്താർദ്രമായ ശബ്ദം എൻ്റെ കാതുകൾ മുഴങ്ങിക്കിട്ടു. ആരാണെന്ന് വന്ന് വിളിക്കുന്നറിയാൻ വേണ്ടി കട്ടിയായി പെയ്തുകൊണ്ടിരുന്ന കോടമഞ്ഞിൽ കൂടെ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ദിവ്യദർശനം. ആ കോടമഞ്ഞിൽ കൂടെ വെളുത്ത് ചുവന്ന ആണിപ്പെഴുതേറ്റ ആത്മനാഥൻ്റെ പൊൻകരം എനിക്ക് വേണ്ടി നീട്ടപ്പെടുന്നു. എന്നെ കൂടുതൽ അത്ഭുത പരതന്ത്രനാക്കുമാറ് ആ ദിവ്യകരം എൻ്റെ വിയർത്ത് കുതിർന്ന വലങ്കരത്തിൽ വന്ന് പിടിച്ചു. തത്സമയം എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണവും വേദനയും ദാഹവും എല്ലാം മാറി പുതുശക്തിയും പുതിയ ബലവും പ്രാപിച്ചു. ആ പൊൻകരം എന്നെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഏതോ ഒരു ഭാഷയിൽ ഒരു പുത്തൻ ട്യൂണിൽ പാടാൻ തുടങ്ങി. 1-2 മിനിറ്റുകൾ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, പ്രിയ കർത്താവിൻ്റെ നാവിന്മേൽ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന ഗാനത്തിൻ്റെ ആരംഭ ചരണവും കോറസും പ്രദാനം ചെയ്തു. അത് പാടുന്തോറും പുതുശക്തിയും പുതിയ ബലവും പ്രാപിച്ചു. തത്സമയം പ്രിയ കർത്താവിൻ്റെ ദിവ്യകരദർശനം അപ്രത്യക്ഷമായി. 1-2 മിനിറ്റുകൾക്കുള്ളിലാണ് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന ഗാനത്തിൻ്റെ ആരംഭ ചരണവും കോറസും ആത്മനാഥൻ എന്ന നാവിൽ പ്രദാനം ചെയ്തു. പാടുന്തോറും പൊതുശക്തിയും ബലവും പ്രാപിച്ചുകൊണ്ട് ആ ഭാരമുള്ള ബ്രീഫ് കേസ് എടുത്ത് വലങ്കരത്തിൽ നിവൃത്തി കൂടെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ പകർന്നപ്പോൾ പ്രിയ കർത്താവിൻ്റെ ദിവ്യകരദർശനം അപ്രത്യക്ഷമാകുകയും ആ 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഓടിക്കേറി ഇറങ്ങിപ്പോകുവാൻ അവിടുന്ന് കൃപ പകരുകയും തത്സമയം തുറന്നുള്ള ചരണങ്ങൾ അവിടുന്ന് എൻ്റെ നാവിൽ ദാനമായി തരുകയും 9:25 ഫ്രാൻസിസ് വാളായിലച്ചൻ്റെ പള്ളിയിൽ ചെന്ന് ചേരുവാൻ ഇടയാകുകയും ചെയ്തു. ഫ്രാൻസിസ് വാളായിലച്ചൻ നല്ലൊരു കരിസ്മാറ്റിക് പ്രീസ്റ്റായിരുന്നു. എന്നെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ സ്വർഗീയ കർത്താവിന് മഹത്വം ഉറപ്പിച്ചത് ഈ തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് സ്വർഗീയ വല്ലഭന് ഞാൻ മഹത്വം കരയറ്റുകയാണ്. അങ്ങനെയാണച്ചോ സംഗീത ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ബലഹീനനായ എനിക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യുവാൻ, പുത്തൻ രാഗത്തിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യുവാൻ ആദ്യമായി പ്രിയ കർത്താവ് കൃപ പകർന്നു. കാനറ ബാങ്കിൻ്റെ ഒരു മാനേജർ ആയിരിക്കുക വളരെ ആകർഷകമായൊരു ജോലിയാണ്. നല്ല ശമ്പളം. അങ്ങനെയുള്ള ആകർഷകമായ നല്ല ശമ്പളമുള്ള ഒരു സുഖജീവിതം നയിക്കുവാനായിട്ട് എല്ലാ സാധ്യതകളുമുള്ള ആ ജോലി ഉപേക്ഷിച്ച് ഒരു സുവിശേഷ വേലയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്.
അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് സാറ് പ്രവേശിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ അത് ഒന്ന് വിവരിക്കാമോ? നിശ്ചയമായിട്ട് വെച്ചോ. ഞാൻ കാനറ ബാങ്ക് മാനന്തവാടിക്ക് സമയമുള്ള പനമരം ബ്രാഞ്ചിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. പനമരം ബ്രാഞ്ചിന് തൊട്ട് സമീപമാണ് പനമരം ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടുത്തെ ഹെഡ് മാസ്റ്റർ പലപ്പോഴും കുട്ടികളെ അഡ്രസ്സ് ചെയ്യുവാൻ എന്നെ ക്ഷണിക്കുമായിരുന്നു. ദൈവകൃപയും ഞാൻ അവിടെ പോയി ചെയ്യുന്ന പ്രസംഗങ്ങളൊക്കെ ഹെഡ് മാസ്റ്റർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രിയപ്പെട്ടതായി തീർന്നു. ഒരു ദിവസം ബാങ്കിൽ ഒരു ദുരന്ത വാർത്ത എത്തി. പനമരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന 11 വയസ്സുള്ള ഒരു നമ്പ്യാർ തറവാട്ടപ്പെട്ട സുന്ദരനും സമർത്ഥനുമായിട്ടുള്ള ബാലൻ എൻ്റെ അച്ഛൻ്റെ മൃഗീയ മർദ്ദനത്തെ പ്രതിഷേധിച്ച് എന്ന കുറിപ്പടി എഴുതി വെച്ചുകൊണ്ട് സൂയിസൈഡ് ചെയ്തിരിക്കുന്നുള്ള വാർത്തയാണ്. ആ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റോറിൽ പോയി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ കർത്താവേ, അങ്ങനെ പല പ്രാവശ്യവും പനമരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുവാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊച്ചുമോനും ഞാൻ അവിടെ ചെന്ന് ചെയ്ത പ്രസംഗം കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം നേരിതെങ്കിലും ആ കൊച്ചു നമ്പ്യാർ മോനെ കാണാൻ സാധിക്കാതായിപ്പോയല്ലോ കർത്താവേ. അങ്ങനെയാണെങ്കിൽ അവനെ ആത്മരക്ഷയിലേക്ക് നയിക്കാമായിരുന്നല്ലോ. ഇപ്രകാരം വേദനിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രൈസ്തവരായ കുഞ്ഞോമനകളെ സുവിശേഷവൽക്കരിക്കുവാൻ അവർക്ക് ഏറ്റവും ഹൃദ്യമായ പേരോടുകൂടി ഒരു ബാലബുക്കറ്റ് എഴുതുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും 24 പോക്കറ്റ് സൈസ് പേജുകളുള്ള മൾട്ടിക്കളേഡ് പിക്ചേഴ്സുള്ള ടെക്സ്റ്റ് ബുക്ക് ക്വാളിറ്റി പേപ്പറിൽ അച്ചടിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് അക്രൈസ്തവരായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓറഞ്ച് എന്ന ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്തു. ഇതിനോടകം 6 ലാംഗ്വേജ് എഡീഷൻസിൽ ആ ബാലബുക്ക്ലെറ്റുകൾ തയ്യാറാക്കപ്പെട്ട് കുഗ്രാമങ്ങൾ കഴിയുന്ന, വിശിഷ്യ ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങൾ കഴിയുന്ന കുഞ്ഞോമനകൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ സുവിശേഷം കേട്ട് മനമെടുത്തിരിക്കുമ്പോൾ അക്രൈസ്തവരായ കുഞ്ഞോമനകൾ സുവിശേഷത്തിന് വേണ്ടി കൊതിയോടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ് പേഴ്സ് എറണാകുളം എന്ന പ്രസ്സിൽ നിന്ന് ഞങ്ങൾ അച്ചടിച്ച് തയ്യാറാക്കി വിടുന്ന ബാലബുക്കറ്റുകൾ റെയിൽവേ പാഴ്സൽ വഴിയായി, ട്രക്ക് പാഴ്സൽ വഴിയായി ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങളിൽ കഴിയുന്ന കുഞ്ഞോമനകൾക്ക് സമ്മാനിക്കുവാൻ നമ്മുടെ കേരളീയരായ വിവിധ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഷനന്മാരുടെ സഹകരണത്തോടെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ഫോർ ദ ബ്ലൈൻഡ് ജർമ്മനി ഈ ബാലബുക്കിൻ്റെ പ്രസക്തിയെ വിലയിരുത്തി ഇതിൻ്റെ കോപ്പിറൈറ്റ് അന്ധരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ബാലബുക്കറ്റുകൾ ബ്രെയിൽ ലിപിയിൽ പ്രസിദ്ധീകരിക്കാനുള്ള കോപ്പിറൈറ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. 3 ലാംഗ്വേജ് എഡിഷൻസ് അവർ ബ്രെയിൽ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ മലയാളം പതിപ്പിൻ്റെ പ്രകാശനം ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ വെച്ച് നടത്തപ്പെട്ടു. അന്ന് ഞാൻ കാനറ ബാങ്ക് തൃപ്പൂണിത്തുറയിൽ വർക്ക് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഒരു കൂട്ടം അന്ധരായ വിദ്യാർത്ഥികളെ ഞാൻ കാണുന്നത്. അപ്പോൾ എറണാകുളം പട്ടണത്തിലെ ബാങ്കുകളിലും കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസാണ് ആ മീറ്റിംഗ് ക്രമീകരിച്ചത്. പ്രകാശന കർമ്മമെല്ലാം നിർവഹിച്ച് ഒരു അന്ധയായ മുസ്ലിം ബാലിക ദൈവകൃപയാഞ്ഞെഴുതിയ ആ ബാലബുക്കിൻ്റെ പ്രിഫേസ് പോർഷൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വെക്കാൻ തുടങ്ങി. പ്രസംഗം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി. 14 വയസ്സുള്ള ഒരു കൊച്ചുമോൻ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അത് കൺമണ്ണിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ജന്മന കൃഷ്ണമണികളില്ല. ആ കൃഷ്ണമണികളില്ലാത്ത കണ്ണുകളിൽ കൂടെ കണ്ണുനീർ തുള്ളികൾ അടർന്നറന്ന് വീഴുന്ന കണ്ട് ഞാൻ ഗദഗദകണ്ണനായിപ്പോയി. എനിക്ക് കുഞ്ഞുങ്ങൾ കരയുന്നത് കേൾക്കുന്ന വളരെ അസഹനീയമാണ്. എനിക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും ഈ ബാലികാബാലന്മാരുടെ അല്ലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത് വളരെ അസഹനീയമാണ്. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ട് ഗദ്ഗദകണ്ണനായിട്ട് അവിടെ നിൽക്കുമ്പോൾ ദൈവശബ്ദം കേട്ടു, മോനെ ഈ കുഞ്ഞുങ്ങളുടെ പറയുക, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെടും. യേശു അപ്പച്ചൻ്റെ വീണ്ടും വരവിക്കൽ നിങ്ങൾ ആദ്യമായി കാണാൻ പോകുന്നത് അവിടുത്തെ പൊന്മുഖമായിരിക്കും. യേശു അപ്പച്ച അങ്ങ് എത്രയും പെട്ടെന്ന് വീണ്ടും വരണമേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മൽപ്രിയനെ എന്നേശു നായകനെ എന്നുള്ള പാട്ട് ദൈവകൃപയാൽ എഴുതിയ
ആ പാട്ട് പാടാനായിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. അയ്യോ, കുഞ്ഞുങ്ങളങ്ങോട്ട് എഴുന്നേറ്റ്. പ്രത്യേകിച്ച് അന്ധരായ കുഞ്ഞുങ്ങൾക്ക് പാടാനൊരു പ്രത്യേക വാസനയുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളങ്ങോട്ട് എഴുന്നേറ്റ് വലങ്കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പാടാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും കണ്ണുനീരിൽ കുതിർന്നു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ നിന്ന് നടന്നു വീണ കണ്ണുനീർത്തുകളുടെ ദുഃഖസ്മരണകൾ എന്നെ ഉറക്കത്തിൽ നടത്തിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ കാനറബാങ്ക് തൃപ്പൂണിത്തുറയിലേക്ക് പോകുമ്പോൾ തൃപ്പൂണിത്തുറ മിൽമ ഡയറിയുടെ ഫ്രണ്ടിലുള്ളൊരു പാഴ്മരത്തിൽ ഒരു കൊച്ചു ബാലൻ, ഒരു 14 വയസ്സുള്ള ബാലൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ദൈവവിളിയുണ്ടായി, മോനെ നിൻ്റെ ആകർഷണീയമായ ജോലി ഉപേക്ഷിച്ച് എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങി വരിക. കാനറബാങ്കിലെ കനത്ത ശമ്പളവും പ്രൊമോഷൻ സാധ്യത ഉപേക്ഷിച്ച് അക്രൈസ്തവരായ കുഞ്ഞുങ്ങളുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങി വരുവാൻ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. സഭാ സംഘടനകൾക്കൊന്നും തന്നെ ആ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ ആഭിമുഖ്യം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ലക്ഷ്യ സാക്ഷാത്കരണത്തിന് വേണ്ടി എൻ്റെ ആകർഷണീയമായ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു. ഗിദെയോൻ ചോദിച്ച പോലെ ഞാൻ അടയാളങ്ങൾ ചോദിച്ചു. പ്രിയ കർത്താവ് അടയാളങ്ങൾക്ക് ധാരാളമായി നൽകി. അങ്ങനെ 1997 ഏപ്രിൽ മാസം 11-ാം തീയതി പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി സമർപ്പിതനായി വേല വിട്ടിറങ്ങി. ഞങ്ങളുടെ ഡിവിഷൻ മാനേജർ ആർക്കിണി എന്ന ഒരു കൊങ്കണി ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. കാരണം കാനറ ബാങ്കിൻ്റെ ഈ പബ്ലിക് കോൺടാക്ട് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ വെൽക്കം സ്പീച്ച് നടത്തേണ്ട അദ്ദേഹമാണ്. പക്ഷേ എന്നെയാണ് പലപ്പോഴും നിയോഗിക്കാറുള്ളത്. സാറെന്നെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഞാൻ പതറാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കൾ സെൻഡ് ഓഫ് ഒക്കെ നൽകി കാനറ ബാങ്ക് തൃപ്പൂണിത്തുറ ഓഫീസിൻ്റെ മെയിൻ എക്സിറ്റിൽ കൊണ്ടുവന്നു. കണി സാർ എന്നെ നോക്കി കരയാൻ തുടങ്ങി. എൻ്റെ കരങ്ങളിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, തോമസ് മാത്യു, സർവേസിന് വേണ്ടി തോമസ് മാത്യു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സർവേസിന് തോമസ് മാത്യുവിന് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കാതിരിക്കുകയില്ല. സർവേസിന് വേണ്ടി സമർപ്പിതരായവരെ ആരെയും അവർ അവിടെ നിന്ന് കൈവടിഞ്ഞിട്ടില്ല. ഓർക്കണം, ഒരു ഹൈന്ദവ കൊങ്കണി ബ്രാഹ്മണൻ ഓഫീസിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയിപ്പിക്കുകയായിരുന്നു. തോമസ് മാത്യു സർവേസിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സർവേശ്വരൻ തോമസ് മാത്യുവിന് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കാതെ ഇരിക്കുകയില്ല. സർവേശ്വരന് വേണ്ടി സമർപ്പിതരായവരെ ആരെയും അവിടുന്ന് കൈവിടിഞ്ഞിട്ടില്ല. ആ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ വിശ്വാസം മാത്രം കൈമുതലാക്കി ഇറങ്ങി. ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വളരെ വിഷമിച്ച്, കർത്താവേ, ഓറഞ്ച് ബുക്കലെറ്റ് എൻ്റെ സാലറിയിൽ നിന്ന് എൻ്റെ പ്രൊട്ടക്ഷൻ കോസ്റ്റൊക്കെ മീറ്റ് ചെയ്തതാണ് അച്ചടിച്ച് തയ്യാറാക്കിക്കൊണ്ടത്. കർത്താവേ, എങ്ങനെ ഈ ബാല ബുക്കറ്റ് അടിക്കും? എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് ക്രൈസ്തവരായ കുഞ്ഞുങ്ങൾക്ക് ബാലബുക്കറ്റുകൾ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക്. ഞാൻ എങ്ങനെ ഈ ബാലബുക്കറ്റ് തയ്യാറാക്കും? ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. മൈ സൺ, ബി കറേജിയസ് ആൻഡ് കോൺഫിഡൻറ്റ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ആ വാക്കുകൾ കിട്ടുകൊണ്ട് ഞാൻ മുന്നോട്ടിറങ്ങി വീട്ടിൽ വന്നു. നാട്ടുകാരുടെ ശക്തിയേറിയ എതിർപ്പുകളും വിമർശനങ്ങളും, ആ വിമർശനങ്ങൾ ഏറ്റുകൊണ്ട് ഞാൻ വേദനിക്കുമ്പോൾ ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന പാട്ടിൻ്റെ വിവർത്തനം പരിശുദ്ധാത്മാവാം പ്രിയൻ ദാനമായി നൽകി. അങ്ങനെ ആദ്യമായി ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന ഗാനത്തിൻ്റെ ആശയ സമാനത കൃത്യമായി കാത്തു പുലർത്തി വിവർത്തനം ചെയ്യുവാൻ പ്രിയ കർത്താവിനെ സഹായിച്ചു. നമ്മുടെ തോമസ് നോട്ടൺ എന്ന സീമസ് മിഷണറി ആലപ്പുഴയിൽ വന്നതിൻ്റെ 200-ാം വാർഷിക ദിനാചരണത്തിൽ ആലപ്പുഴ CSI ചർച്ച് ഗായക സംഘം ദൈവകൃപയാൽ ഞാൻ ചെയ്ത അഭിവൃദ്ധ വരികൾ പാടിക്കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ കർത്താവിന് മുഖത്തോർപ്പിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രിയ കർത്താവിനെ കാനഡയിലേക്ക് കൊണ്ട്, കാനഡയിൽ ഒട്ടവയിലായിരിക്കും കിണിസാറ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു. തോമസ് മാത്യു സർവേശ്വരന് വേണ്ടി 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സർവേശ്വരൻ തോമസ് മാത്യുവിന് വേണ്ടി 10 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കാതിരിക്കുകയില്ല. സർവേശ്വരന് വേണ്ടി സമർപ്പിതരായവരെ ആരെയും ഇവിടുന്ന് കൈവിടിഞ്ഞിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി ഗാനമത്രേ, എൻ യേശുവേ ആരാധ്യനെ, അങ്ങയ്ക്ക് 1000 സ്തോത്രം, 1000 നന്ദി എന്ന ഗാനം. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പ്രസ്തുത ഗാനം മലയാള മനോരമ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കൃപയാഞ്ഞൻ എഴുതിയ
ഇതര ഗാനങ്ങളും മലയാള മനോരമ, ആത്മീയാത്ര TV, പവർവിഷൻ TV തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളും കൃപയെ ഞാൻ വിവർത്തനമാക്കിയ ഓൾ ടു ജീസസ് ഐ സറണ്ടർ, അമേസിംഗ് ഗ്രേസ്, ഓ ലോർഡ് മൈ ഗോഡ്, ഓൺ എ ഹിൽ ഫാർ അവേ തുടങ്ങിയ 4 വിശ്വവിഖ്യാത ഗാനങ്ങളുടെ ഓൾ സെയിൻറ്റ്സ് CSI ചർച്ച് കൊയർ പാടിയ ആ പ്രസ്തുത ഗാനങ്ങളുടെ വിവർത്തിത വരികളുടെ ദൃശ്യ ആവിഷ്കാരങ്ങളും വെൻ പീസ് ലൈക്ക് എ റിവർ എന്ന പാട്ടിൻ്റെ ദൈവമക്കൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കീർത്തനങ്ങളിലൊക്കെയുള്ള നദീതുല്യം ശാന്തി വരട്ടാൻ വഴി എന്നുള്ള ട്രാൻസ്ലേഷൻ ഇൻകറക്റ്റാണ്. ആ ഒറിജിനൽ ലൈൻസുമായിട്ട് അല്പം പോലും പൊരുത്തപ്പെടുന്നില്ല. അതിന് തനതായ ഒരു കമ്പോസ് ചെയ്യാനായിട്ട് വിവർത്തനം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും അങ്ങനെ ദൈവകൃപയാൽ ആ പാട്ടും വിവർത്തനമാക്കാൻ ഇടയാകുകയും ചെയ്തു. അത് മുണ്ടക്കായം CSI ചർച്ച് കൊയർ പാടിയതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ലിങ്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന ലിങ്ക് സെർച്ച് ചെയ്യണം. ലോർഡ്സ് മൈ ഷെപ്പേർഡ് എന്ന ഗാനം വളരെ പ്രശസ്തിയേറിയ ഗാനമാണ്. യൂറോപ്യൻസ് ആൻഡ് അമേരിക്കൻസ് അവരുടെ ഫെസ്റ്റീവ് ഫങ്ഷൻസിലൊക്കെ പാടുന്നൊരു പാട്ടാണ് ലോർഡ്സ് മൈ ഷെപ്പേർഡ്. ബഹുമാന്യരായ അച്ഛന്മാരും അന്മാരും ആ ഗാനം നന്നായിട്ട് വിവർത്തിതമാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഇംഗ്ലീഷ് മ്യൂസിക്കിൻ്റെ ബാലപാടുമ്പോഴും ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ബലഹീനനായി എന്നെക്കൊണ്ട് 1890 ഫ്രാൻസിസ് റൗസ് എന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻ കമ്പോസ് ചെയ്ത ബ്രിട്ടീഷ് പാർലമെൻറ്റ് 3 പ്രാവശ്യം കൂടി ചർച്ച ചെയ്ത് അവരുടെ ഔദ്യോഗിക ക്രിസ്തീയ കീർത്തനമായി പ്രസിദ്ധീകൃതമാക്കിയ ആ ഗാനം വിവർത്തനമാക്കുവാൻ കൃപകരം ചെയ്തു. അത് പാടിയിരിക്കുന്നത് തിരുവല്ലയിലെ പ്രശസ്ത ഗായക സംഘമായ കോറിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന ഗായക സംഘമാണ്. തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും അതുപോലെ തന്നെ മാർത്തോമ കോളേജിലെ പ്രൊഫസേഴ്സും എല്ലാം കൂടെ ചേർന്ന് പാടിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ലിങ്ക് കോറിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് തിരുവല്ല എന്ന്. സാറിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓൾ ടു ജീസസ് ഐ സറണ്ടർ ആ പാട്ട് വളരെ മീനിങ് ഫുള്ളാണ്, അനർത്ഥകമായി തീരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വളരെ പ്രചോദനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻസ ഒന്ന് പാടാമോ? ഒരു സ്റ്റാൻസ പാടാം. ഒരു സ്റ്റാൻസ ഞാൻ നിങ്ങൾക്കായിട്ട് പാടാം. മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിൽ ദൈവമായ കർത്താവിനെ നീ, നിൻ്റെ, അവൻ, ഇവൻ, താൻ, തൻ്റെ ഇങ്ങനെയുള്ള ഭക്തിദ്യോതകമല്ലാത്ത സർവനാമ പ്രയോഗങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന പാട്ട് ആശയ സമാനത കൃത്യമായി കാത്തുപുലർത്തി ദൈവമായ കർത്താവിനെ നീ, നിൻ്റെ, താൻ, തൻ്റെ, അവൻ ഇങ്ങനെയുള്ള സർവനാമ പ്രയോഗങ്ങൾ വർജിച്ചുകൊണ്ട് വിവർത്തിതമാക്കുവാണമെന്ന് പലരോടും ഞാൻ നമ്മുടെ കേരളക്കരയിലെ ക്രിസ്തീയ ഗായകരോട് ഗാന സംവിധായകരോടൊക്കെ പറഞ്ഞിട്ടും അവർ പുറകോട്ട് താല്പര്യം കാട്ടാതെ മാറുകയായിരുന്നു. എന്നാൽ എൻ്റെ നാട്ടുകാരുടെ കാനറ ബാങ്കിൽ ജോലി കളഞ്ഞു വെച്ച് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്നെ നാട്ടുകാരിൽ നിന്നൊക്കെ ശക്തിയേറിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ കർത്താവ് ദാനമായി ഓൾ ടു ജീസസ് ഐ സറണ്ടർ എന്ന ഗാനത്തിൻ്റെ വരികൾ പ്രദാനം ചെയ്യുകയും അതിൻ്റെ ഒരു സ്റ്റാൻസ ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. സർവവും സമാപിക്കുന്നേൻ എൻ കർത്തൻ യേശുവിനായി ആശ്രയിക്കും എൻ പ്രിയനിൽ പാർക്കും ഞാൻ തൃസന്നിധം സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമാ യേശുനാഥ അങ്ങയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഒരു ബാല്യകാലത്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മുടെ എല്ലാം ആത്മീയതയും ഭക്തിയൊക്കെ രൂപപ്പെട്ടു വരുന്നത് നാം ജനിച്ചു വളർന്ന ചുറ്റുപാടുകളും നമ്മുടെ സഭയും അതേപോലെയുള്ള
കൂട്ടായ്മകളും പ്രാർത്ഥനകളൊക്കെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന സാറ് ഒരു CSIയിലെ അംഗമാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് വളർത്തപ്പെട്ടത്. അപ്പോൾ ആ സഭയുടെ സ്വാധീനവും അവിടുത്തെ ആരാധനകളും രീതികളും സാറിനെ എപ്രകാരമാണ് ഈ ഒരു ശുശ്രൂഷയ്ക്ക് സഹായിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്തത്? എനിക്ക് ബാല്യകാലാനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഗാനാന്തരങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയവർ ആരും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പ്രോത്സാഹനജനകമായി അനുഭവങ്ങൾ വിലയിരുത്തുവാൻ അല്ലെങ്കിൽ സ്മരിക്കാൻ വളരെ കുറവാണ്. ഞാൻ ആ അനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ ചുരുക്കം പേരിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളൂ. ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെ അമ്മച്ചിയാണ്. അപ്പച്ചൻ ഒരു യൂറോപ്യൻ തിയേറ്ററിലെ ഡെപ്യൂട്ടി മാനേജറായിരുന്നു. നയ പൈസ കൈക്കൂലി വാങ്ങിക്കുക, കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പിതാവല്ല, പിതാവ് ആയിരുന്നില്ല. കൈക്കൂലി വാങ്ങിക്കുന്നതിനും കൈക്കൂലിക്ക് എതിരെ പ്രതികരിക്കുന്നതിനും അപ്പച്ചൻ ആദർശ ധീരത കണ്ടു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അമ്മച്ചി വളരെ ദൈവഭക്തയായ വന്നവർ. കാനറ ബാങ്കിൽ നിന്ന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി വിളിയുണ്ടായപ്പോൾ എല്ലാവരും എന്നെ എതിർത്തപ്പോൾ അമ്മച്ചി മാത്രമായിരുന്നു പ്രോത്സാഹനജനകമായി ഉണ്ടായിരുന്നു. അപ്പച്ചൻ 1989 മരിച്ചു. എൻ്റെ ജീവിതാനുഭവം മുമ്പേ പറഞ്ഞല്ലോ, 95% ട്രാജഡീസ് ആൻഡ് സോറോസ് ആൻഡ് ബെറീവ്മെൻ്റ് ആയിരുന്നു. ബാങ്കിൽ നിന്ന് 4 മാസം അവധിക്ക് ഞാൻ കാനറ ബാങ്ക് ഹരിപ്പാട് ശാഖയിൽ നിന്ന് അമേരിക്കയിലെത്തിയതാണ്. ഞാൻ പ്ലെയിനിൽ കയറുന്ന സമയത്ത് ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ ആണല്ലോ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായി പ്ലെയിനിൽ കയറുന്ന സമയത്ത് ആ പ്ലെയിനിൽ കയറുന്ന ഗോവണിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നിമിഷം ഞാൻ മുട്ടമ്മയിലെന്ന് പ്രാർത്ഥിച്ചു. പോലീസും കുവൈറ്റ് എയർവേസിൻ്റെ സ്റ്റാഫും ഒക്കെ നോക്കി നിൽക്കവേ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അടിയനെ അങ്ങ് അമേരിക്കയിലേക്ക് അയക്കും. ഡോളർ വാരിക്കൊണ്ടുവരാനല്ല കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യുത ഒരു അമേരിക്കൻ ബാലയെങ്കിലും രക്ഷണീയ അനുഭവത്തിലേക്ക് നയിക്കാനുള്ള കൃപ തരണമെന്ന്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാഷിങ്ടൺ DC വെച്ച് എനിക്ക് ലഭിച്ചു. അവിടെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് പങ്കെടുക്കാനായിട്ട് പോയതാണ്. അവിടുത്തെ ഗായക സംഘങ്ങളൊക്കെ പാടുന്ന ഇപ്പോഴത്തെ ന്യൂജൻ സോങ്സാണ്. എനിക്ക് ഈ ന്യൂജൻ സോങ്സ് അങ്ങേയറ്റം വെറുപ്പാണ്. യാതൊരു ഗ്രാമാറ്റിക്കൽ ആക്യുറസി ഇല്ലാതെ, പൊയറ്റിക്കൽ ബ്യൂട്ടി ഇല്ലാതെ ഏതൊക്കെ ഗദ്യരൂപത്തിൽ പാടുന്ന ആ ന്യൂജൻ സോങ്സ് ഇപ്പം അമേരിക്കയിൽ പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കർത്താവെ, ഫാനി ജെ ക്രോസ്ബി, ഐസക് വാട്സ് തുടങ്ങിയ ആളുകൾ എഴുതിയതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസിക് സോങ്സ് എൻ്റെ നാവിൽ തരണമേ. എനിക്ക് ഈ ന്യൂജൻ സോങ് കേട്ട് മനം എടുത്തിരിക്കുകയാണ് കർത്താവ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിച്ച് വാഷിങ്ടൺ പാർലമെൻറ്റ്, വൈറ്റ് ഹൗസ് ഇതെല്ലാം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ വാഷിങ്ടൺ പാർലമെൻറ്റിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ഒരു കൊച്ചു ബാലൻ, ഒരു 14 വയസ്സുള്ള ഒരു അമേരിക്കൻ വൈറ്റ് ഹാൻഡ്സം ബോയ് പേപ്പട്ടി അലഞ്ഞത് നടക്കുന്ന പോലെ നടക്കുന്നത് കണ്ടു. ഉടനെ ദൈവത്താൽ ആത്മാവ് പറഞ്ഞു, മോനെ ആ കുട്ടിയോട് നീ ചെന്ന് സുവിശേഷം. ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് ഞാൻ മൈ ഡിയർ ബോയ് ജീസസ് ലവ്സ് യു എന്നൊരൊറ്റ വാചകം പറഞ്ഞു.
ആ കുട്ടി എന്നെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. സർ, 5 മിനിറ്റുകൾക്കുള്ളിൽ ഡ്രഗ്സും പോയിസണും കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഒരുങ്ങുകയായിരുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ട്സ് എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡായി. ഈ വാഷിംഗ്ടൺ മണം എൻ്റെ പുൽത്തകടിയിൽ വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ച എൻ്റെ അടുക്കലേക്ക് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിരുന്ന യേശുനാഥനെ കുറിച്ച് പറയുവാൻ ഇന്ത്യയിൽ നിന്ന് സാറിനെ എൻ്റെ അടുക്കലേക്ക് അയച്ചത് യേശുനാഥൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവായി ഞാൻ കരുതുന്നു. ആ കുഞ്ഞിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അവനോട് ഞാൻ സുവിശേഷം പറഞ്ഞു. എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ കുഞ്ഞ് ആ വിഷം വലിച്ചെറിഞ്ഞു. അവൻ കർത്താവിൻ്റെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിച്ചു. അവൻ്റെ കയ്യിൽ അഡ്രസ്സില്ല. അവൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡായി. അവൻ്റെ ഗേൾ ഫ്രണ്ട്സ് അവനെ ഉപേക്ഷിച്ചു. സ്ട്രാൻഡേർഡായി തീർന്ന ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. എന്നിട്ട് ഹിസ്റ്ററി മ്യൂസിയമൊക്കെ ഓടിക്കണ്ടിട്ട് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഞങ്ങളെ മുന്നോട്ട് നയിച്ച ഗൈഡ് വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ എൻ്റെ അച്ഛോ എന്നെ നാവ് നിയന്ത്രണം വിട്ട് ഒരു പുത്തൻ ഇംഗ്ലീഷ് ഗാനത്തിൽ പാടാൻ തുടങ്ങി. എന്നിട്ട് വരികളിങ്ങനെ പ്രവഹിക്കുകയാണ്. നമ്മുടെ വേർഡ്സ് പറയുന്ന പോലെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് സ്പിരിച്വൽ ഇമോഷൻസിനാൽ എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വരികൾ പകർത്തിയെടുത്തില്ലെങ്കിൽ എന്നെ നെഞ്ചു പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോയി. ആ വരികളെല്ലാം പകർത്തിയെടുത്തു. എന്നിട്ട് കോൺഫറൻസിൽ രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞ് കോൺഫറൻസിൽ പരിചയപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരനെ പാടിക്കേൽപ്പിച്ചപ്പോൾ ഒറിജിനൽ ഇംഗ്ലീഷ് ട്യൂണിൽ നൽകപ്പെട്ടതായിട്ടുള്ള ഗാനമാണെന്ന് അദ്ദേഹം കൺഫേം ചെയ്തു. മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ലിറിക് ഷീറ്റും മ്യൂസിക് ഷീറ്റും നമ്മുടെ ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്ന സംഗീതജ്ഞന്മാർക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ഷീറ്റ് വരച്ച് കിട്ടിയിട്ടുണ്ട്, ലിറിക് ഷീറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്റ്റാൻസ മാത്രം ഞാൻ പാടാൻ പോകും. Oh, holy, holy, my heavenly bridegroom, humbly I come before thy throne of grace. Though unworthy I am, yet thou art concerned, Lord. How gracious thou art, beloved Lord. Focusing my soul, faith on thy face, marred on that cross for my sins. Fairest amidst the fading mortal faces, kneeling am I and bowing down my head, worship thee, Lord. Adore thee, Almighty. Glorify thee, O Jesus Christ, my Lord. Worship thee, Lord. Adore thee, Almighty. Glorify thee, O Jesus Christ, my Lord. Jesus Christ, my Lord. Amazing. Praise the Lord. Yeah. വളരെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് സാറ് വന്നത്. നമ്മളെപ്പോഴും നമ്മളെ ശക്തീകരിക്കുന്ന ഒരു പാട്ടാണ് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഗായസംഘത്തിലെ അംഗങ്ങൾ പാടും. എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നീ നടത്തിടുന്നു ദിനം തോറും
സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദിനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനം അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ചെങ്കടലാർ തിരച്ചാലെതിരാൻ പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനം അനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. പ്രസ്തുത ഗാനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുവാൻ അരുമനാഥൻ എന്നെ സഹായിച്ചു. കാനഡയിൽ ടൊറൻറ്റോയിലായിരിക്കുമ്പോൾ ആ ഗാനം തികച്ചും ആശയ സമാനത കൃത്യമായി കാത്തുപുലർത്തി 20 മിനിറ്റുകൾക്കുള്ളിൽ വിവർത്തനമാക്കാനായിട്ടിടയായി. ഇതിനോടകം ഈ ഗാനം ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബർ 12-ാം തീയതി. ഈ ഹിന്ദിയിലും തമിഴിലും പ്രസിദ്ധീകൃതമായി തീർന്നിട്ടും ഉണ്ട് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. കൃപയാൽ ഈ പാട്ടിൻ്റെ ഇംഗ്ലീഷ് വിവർത്തത വരികളും ഞാൻ പാടിയത് യൂട്യൂബിൽ കാണാൻ കഴിയും. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന് സെർച്ച് ചെയ്താൽ മതിയാകാം. സാറ് ഇപ്പോൾ പറഞ്ഞല്ലോ ന്യൂജൻ സോങ്ങിനെ കുറിച്ച്. ഇപ്പം ഗാനരചന മേഖലയിലും അതേപോലെ തന്നെ അതിൻ്റെ ആലാപനത്തിലേക്ക് വളരെ വ്യത്യസ്തമായ ശൈലികൾ ആളുകൾ ആവിഷ്കരിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പാട്ടിൻ്റെ രീതിയിൽ പോലും ആരാധന ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അച്ചോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂജൻ സോങ്ങിനെ അതിശക്തമായി എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അവരുടെ പാട്ടുകളുടെ വരികൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പൊയറ്റിക്കൽ ബ്യൂട്ടി ഇല്ല, ഗ്രാമാറ്റിക്കൽ ആക്യുറസി ഇല്ല. ദൈവമായ കർത്താവിനെ യു യു എന്നാണ് വിളിച്ചു പാടുന്നത്. എത്ര ലജ്ജാകരം! ദൗ ദി എന്ന ഉള്ള ഭക്തിദ്യോതകമായ പ്രൊനൗൺസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളപ്പോൾ അതെല്ലാം വർജിച്ചുകൊണ്ട് യു യു എന്നൊക്കെയാണ് ന്യൂജൻകാർ പാടുന്നത്. അതിനെ ശക്തമായി എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഴയ ക്ലാസിക്കൽ സോങ്ങിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആംഗ്ലിക്കൻ പാരമ്പര്യം ഉള്ള പാട്ടുകൾ കൂടുതലും CSIയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ, ഒരു തലമുറയ്ക്ക് അങ്ങനെയുള്ള ഈസി സോങ്ങിനോട് വളരെ ആഭിമുഖ്യമില്ലാതെയാണ് നാം കാണുന്നത്. അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക്
ഇങ്ങനെയുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഒരു പരിധിവരെ അവരെ അതിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കെങ്ങനെ ഇതിൻ്റെ ഒരു സമന്വയം കൊണ്ടുവരാനായിട്ട് സാധിക്കും? അച്ഛൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പാട്ടിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ലിറിക്സാണ്. ട്യൂൺ സെക്കൻഡറിയാണ്. ലിറിക്സ് പൊളിഞ്ഞാൽ പാട്ട് പൊളിഞ്ഞു. നമ്മുടെ ബാലികാബാലന്മാർക്കും യുവതീയുവാക്കന്മാർക്കും വേണ്ടത് നല്ല ലിറിക്സാണ്. അത് ഏത് രാഗഭാവത്തിലായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ 88 ഇവിടെ അമേരിക്കയിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നെ പ്രാർത്ഥിച്ച് യാത്ര അയച്ചതായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയായിരുന്നു. എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് അപ്പച്ചൻ്റെ ഫ്യൂണറൽ പങ്കെടുക്കാൻ തിരിച്ച എന്നെ JFK കെന്നഡി എയർപോർട്ടിലേക്ക് ദൈവമക്കൾ കൊണ്ടുവരുമ്പോൾ ദാനമായി കർത്താവ് നൽകിയ പാട്ടാണ് ആശ്വാസദായകനെ ആനന്ദദായകനെ താവക സന്നദ്ധിയിൽ വരുന്നതാ ഞാൻ നേരിടും ഹൃദയവുമായി എന്ന പാട്ട്. ആ പാട്ടിൻ്റെ പൂർണ്ണരൂപത്തിലുള്ള വരികൾ മലയാള മനോരമ ദൃശ്യവൽക്കരിച്ച് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ ആ ക്ലാസിക് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടുവരാനായിട്ടാണ് പ്രാഥമികമായി ഈ പാട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ സംസ്കാരമെല്ലാം കഴിഞ്ഞ് കാനറ ബാങ്ക് ഹരിപ്പാട് ശാഖയിൽ ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ വീട് ഒരു പഴയ തറവാട്ട് സ്റ്റൈലുള്ള വീടാണ്. ആരുടെ ഭാഗത്ത് അരഭിത്തിയും അതുപോലെ തന്നെ വൃത്താകൃതിയിലുള്ള തൂണുമൊക്കെയുണ്ട്. ഞാൻ ബാങ്കിൽ നിന്ന് വരേണ്ട സമയം കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ എൻ്റെ സ്നേഹനിധിയായ അപ്പച്ചൻ അരഭിത്തിയിൽ വന്ന് എന്നെ കാത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. അവിടെ വേണ്ട രീതിയിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. രാത്രി 10 മണി കഴിഞ്ഞാലും അപ്പച്ചൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തില്ല. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അപ്പച്ചനെ കാണുന്നില്ല. അരഭിത്തിയിലേക്ക് നോക്കി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന് തെക്കേ അറ്റത്തെ മുറിയിൽ പോയി പാവരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയ കർത്താവിൻ്റെ നാവിൽ നൽകി തന്നൊരു പാട്ടാണ് നാളുകളേറെയില്ല എൻ്റെ യേശു മണാളൻ വരുവാൻ എന്ന ഗാനം. 6 ചരണങ്ങളുണ്ട് ആ ഗാനത്തിന്. ആ വരികളെല്ലാം ഞാൻ കുറിച്ചെടുത്ത് ആദ്യമായി ഈ പാട്ടിൻ്റെ വരികൾ പാടിക്കൽപ്പിച്ചത് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ തലവനായ റവറൻഡ് ഡോക്ടർ MP ജോർജ് അച്ഛനെയാണ്. അച്ഛൻ ഇവിടെ ഹോസ്റ്റലിലൊക്കെ മിക്കവാറും വന്ന് ക്ലാസിക് ക്രിസ്തീയ ഗാന കച്ചേരിയൊക്കെ നടത്തുന്നു. അച്ഛൻ റഷ്യയിൽ നിന്ന് അദ്ദേഹം മ്യൂസിക്കൽ PhD എടുത്ത അച്ഛനാണ്. 2 വർഷം മുമ്പ് ഇവിടെ ഒരു കച്ചേരി ഉണ്ട്. അച്ഛനെ ഞാൻ ഈ പാട്ടിൻ്റെ വരികൾ പാടിക്കൽപ്പിച്ചു. അച്ഛൻ എന്തോ പറയാമെന്നൊരു പൂൾഫൈ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അച്ഛൻ പറയുന്നത് തോമസ് മാത്യു എക്സലൻറ്റ് കോമ്പോസിഷൻ ആയിരിക്കുന്നു, ഇത് മോഹനരാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒരു ന്യൂനതയും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ മുട്ടന്മേൽ വീണ നിറകണ്ണങ്ങളോടെ ഞാൻ കർത്താവിനെ മുഖത്തുറപ്പിച്ചു. എലിസബത്ത് രാജീവിനെ കൊണ്ട് മലയാള മനോരമ വളരെ മനോഹാരിതമായ രീതിയിൽ, എൻ്റെ ഒരു ഫ്രണ്ട് മനോരമ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും റിച്ച് ഓർക്കസ്ട്ര കൊടുത്ത് ഒരു മനോരമ മ്യൂസിക് ഇതംപ്രദമായിട്ടാണ് അങ്ങനൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. നല്ല റിസപ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരിൽ നിന്ന്, ബാലികാബാലന്മാരിൽ. അപ്പം രാഗത്തിൻ്റെ എല്ലാം വെച്ച പ്രധാനപ്പെട്ട വിഷയം ലിറിക്സാണ്. അത് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സാറ് സൂചിപ്പിച്ചതുപോലെ വേഡ്സ്വർത്ത് പറഞ്ഞതുപോലെ മ്യൂസിക് ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്. വൺസ് ആ ഒരു എലമെൻറ്റ്, ആ ഒരു സ്പാർക്ക് നമ്മുടെ മനസ്സിൽ വീണാൽ, അല്ലെ ഹൃദയത്തിൽ വീണാൽ, അതെങ്ങനെയാണ് നമ്മളത് ആവിഷ്കരിക്കുന്നത്? സാറിൻ്റെ ഒരു അനുഭവം. അച്ചോ, അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രിയ കർത്താവ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദുഃഖാനുഭവങ്ങൾ കൂടെ കടന്നു പോയപ്പോഴാണ് പാട്ട് കർത്താവ് നൽകിയിട്ടുള്ളത്. സ്വീറ്റസ്റ്റ് സോങ് ആർ ദോസ് ദാറ്റ് ടെൽ ഓഫ് സാഡസ്റ്റ് തോട്ട്സ് എന്നാണ് ശരി പറഞ്ഞിരിക്കുന്നത്. സാഡസ്റ്റ് തോട്ട്സാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് സോങ്സ് ആയിത്തീരുന്നത്. എൻ്റെ സങ്കടങ്ങളെ കർത്താവ് സ്വീറ്റസ്റ്റ് സോങ്സാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ ഒരു പാട്ട് പ്രിയ കർത്താവ് ബലഹീനനായി എൻ്റെ നാവിൽ തന്നാൽ അതിൻ്റെ പൂർത്തീകരണം വരെയും ഒരു ഗർഭവതിയായിട്ടുള്ള സ്ത്രീ പ്രസവിക്കുന്നിടം വരെ ഉണ്ടാകുന്നതായിട്ടുള്ള ഉണ്ടല്ലോ ഒരു അസ്വസ്ഥത, അത് പൂർത്തീകരിക്കുന്നിടം വരെയും എപ്പോഴും നമ്മുടെ ഹൃദയം പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് വ്യഗ്രതയോടിരിക്കുന്ന അനുഭവമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിക്കുന്നിടം വരെ ആ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ദാഹം വിട്ടുമാറത്തില്ല.
അപ്പോൾ സാറ് പറഞ്ഞു വരുന്ന സാറിന് ഒരു മെലങ്കോളിക് സെൻസിബിലിറ്റി കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ. ആ ഒരു അങ്ങനെയാണ് ആ ഒരു മെലങ്കോളിക് ടോണൽ ഇതിൽ ആ സോങ്ങുകൾ പിറവിയെടുക്കുന്നത്, ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിശ്വാസികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു രീതി പ്രശംസനീയമാണ്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ സോങ്ങുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പുതിയ ഏതെങ്കിലും സാറിൻ്റെ മിനിസ്ട്രിയുടെ പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചിന്തയിലുണ്ടോ? അതോ മോദിയുടെ എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്നാണ് ഞാൻ. എൻ്റെ അമ്മച്ചി വളരെ പ്രത്യാശയുള്ള മാതാവായിരുന്നു എന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചുള്ളൂ. അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് അമ്മച്ചി പ്രവചിച്ചു. അമ്മച്ചി മരിക്കുമ്പോൾ 97 വയസ്സ് തികയാൻ പോകുകയായിരുന്നു. എൻ്റെ വീട് പുതുക്കി പണിതു, പ്രാർത്ഥനാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. അതിൻ്റെ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ച് കിടക്കുമ്പോഴാണ് അമ്മച്ചിയുടെ മരണം സംഭവിച്ചത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 97 വയസ്സ് തികയാൻ പോവാണ്, 98ാം ജന്മദിനം കടക്കുന്നതിന് മുമ്പേ എൻ്റെ അരുമനാഥൻ്റെ സന്നിധിയിലേക്ക് പോകും. അപ്പം വീട് കൂതാശ ചെയ്യാനായിട്ട് 6 മാസമേ മാത്രമേ ഉള്ളൂ, ഇൻറ്റേർണൽ ഫിനിഷിങ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അമ്മച്ചി എങ്ങനെ പറയുന്നത് എനിക്ക് അസഹ്യമാണ്. വർഷങ്ങളോളം അമ്മച്ചി എന്നോടൊപ്പം പാർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മച്ചിക്ക് യാതൊരു മറ്റ് അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. എന്നെക്കാട്ടും നല്ല ഓർമ്മശക്തി അമ്മച്ചിക്കുണ്ടായിരുന്നു. എന്നോടും എൻ്റെ സഹോദരിയോടും മറ്റ് പ്രിയപ്പെട്ടവരോടും അമ്മച്ചി ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് പറയാൻ തുടങ്ങി. ഉടനെ വീടിൻ്റെയും പ്രാർത്ഥനാലയത്തിൻ്റെയും മധ്യസ്ഥാനത്ത് അമ്മച്ചി കൊണ്ടുവന്ന് നിർത്തി. അവ രണ്ടും നോക്കിക്കണ്ട് ആശീർവദിക്കാനായിട്ട് ഞാൻ അമ്മച്ചിയോട് അപേക്ഷിച്ചു. അമ്മച്ചി കുറേ സമയം നോക്കുന്നു. അമ്മച്ചിക്കറിയായിരുന്നു അമ്മച്ചി അവസാനമായിട്ട് കാണുക. അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ മരണം സംഭവിച്ചു. അമ്മച്ചി മരിക്കുന്ന തൊട്ട് തലേ ദിവസം പെട്ടെന്ന് അമ്മച്ചിക്ക് സോഡിയത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. കരുനാപ്പള്ളിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ അഡ്മിറ്റഡായി കഴിയുകയായിരുന്നു. അമ്മച്ചിയെ പോയി കണ്ടിട്ട് വരാന്തയിൽ വന്ന് ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കർത്താവിൻ്റെ നാവിന്മേലൊരു പുത്തൻ പാട്ട്, അസാധ്യതകളെ സാധ്യതകളായി മാറ്റുവാൻ വല്ലഭനായി എന്നാരംഭിക്കുന്ന പാട്ട്. 8 ചരണങ്ങളുണ്ട് ആ പാട്ടിന്. അതിൻ്റെ അവസാനത്തെ ചരണമായിട്ട് ലഭിച്ചത്, മരിച്ചു 4 ദിനമായി ലാസറൻ കല്ലറക്കരികെ വന്ന് കണ്ണുനീർ വാർത്ത് പേർ വിളിച്ചുറപ്പിച്ച് എൻ പ്രിയ കർത്തൻ എന്നെ മരിച്ചാലും ജീവിപ്പിക്കുന്നതായിരുന്നു. ആ പാട്ടിൻ്റെ വരികളെല്ലാം ഞാൻ കുറിച്ചെടുത്ത് പാടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കയ്യിൽ പേന പേപ്പറൊന്നുമില്ല. റിസപ്ഷൻ കൗണ്ടറിൽ ചെന്നൊരു കഷണം പേപ്പറും പേനയും വാങ്ങിച്ചു. വരികളെല്ലാം കുറിച്ചെടുത്തു. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി എന്ന പാട്ട് എഴുതിയ ജോസഫ് കെ മാത്യു പാസ്റ്റർ ഞാൻ പാട്ടിൻ്റെ വരികൾ പാടിക്കേൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എക്സലൻറ്റ് സോങ് ആയിരിക്കുന്നു ജോസഫ് മാത്യു, ആയിരങ്ങൾ പാടുന്ന പാട്ടായിത്തീരുന്നു. ആ പാട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച് പാടിയത് മധ്യകേരള മഹായിടവ കൺവെൻഷൻ ഗായക സംഘമായിരുന്നു. അമ്മച്ചി മരിക്കുന്നതിൻ്റെ ദിവസം ഞാനും സിസ്റ്ററും കൂടെ അമ്മച്ചിയെ കാണാനായിട്ട് ചെന്നു. അമ്മച്ചി ആ പുത്തൻ പാട്ടിൻ്റെ 3 ചരണങ്ങൾ പാടിക്കേൽപ്പിച്ചു. മരിച്ചു 4 ദിനമായി ലാസറൻ കല്ലറക്കരികെ വന്നു കണ്ണുനീർ വാർത്ത് പേർ വിളിച്ചുറപ്പിച്ചതിനും പ്രിയ കർത്തനെ മരിച്ചാലും ജീവിപ്പിക്കുന്നു. ആ പാട്ടിൻ്റെ വരികളും അമ്മച്ചിയെ പാടിക്കേൽപ്പിച്ചു. അമ്മച്ചി അവസാനമായി പാടിക്കേൾക്കുന്ന ആ പാട്ടിൻ്റെ വരികൾ പ്രാർത്ഥിച്ച് ഞങ്ങളിറങ്ങി വൈകുന്നേരം ഒന്ന് കാണാം എന്ന് പറഞ്ഞ് യാത്രയായതാണ്. 2:10 ഒരു കൊച്ചുകുട്ടി ഉറങ്ങുന്നത് പോലെ അമ്മച്ചി കർത്തൃസന്നിധിയിലേക്ക് പോകുമായിരുന്നു. ഡോക്ടേഴ്സ് തന്നെ അതിശയിച്ചു പോയി. അമ്മച്ചിയുടെ മരണം അത്രമാത്രം ശാന്തമറിയായിരുന്നു. അമ്മച്ചിയുടെ സംസ്കാരം എല്ലാം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞ് ഇലക്ട്രിഫിക്കേഷൻ്റെ ഘട്ടം ആയതുകൊണ്ട് അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ദൈവാലയം ലഭിച്ചു. അമ്മച്ചി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു പില്ലർ ഇറക്റ്റ് ചെയ്യണം. വീടിൻ്റെയും പ്രാർത്ഥനാലയത്തിൻ്റെയും മുകളിൽ ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് അവിടെ ഘടിപ്പിക്കാതെ ആ പില്ലറിൽ ഘടിപ്പിക്കണം. അച്ചോ അത്ഭുതം എന്ന് പറയട്ടെ, അപ്രകാരം ക്രമീകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പില്ലർ വരുന്ന ലൈറ്റാണ് വീടിനെയും പ്രാർത്ഥനാലയത്തെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നത്.
ഇലക്ട്രിസിറ്റി ബോർഡുകാർക്കൊക്കെ വളരെ അതിശയം തോന്നുകയാണ്. അതിന് ചുറ്റും പ്ലാൻസൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആത്മീയാത്ര ടിവിയുടെ അവസാനത്തെ ഷൂട്ടിംഗ് ആ പില്ലറിന് മുമ്പിൽ ഞങ്ങളെ ഇരുത്തിയത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളർച്ചയിൽ ഓരോ ദിവസവും അനേകം പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുതിയ പാട്ടെഴുത്തുകാരോടും പുതിയ ഗായകരോടും സാറിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? അച്ഛൻ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പുതിയ പാട്ടെഴുത്തുകാരും അതുപോലെ തന്നെ പുതിയ ഗായകരും പാടുന്നതിന് മുമ്പേ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പുത്തൻ വരികൾ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ ദൈവമേ ഞാൻ എഴുതുന്ന പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പാട്ടുകളാണ്. ഞാൻ ഡാളസിലായിരിക്കുമ്പോൾ പ്രിയ കർത്താവ് ഒരു പുത്തൻ പാട്ട് ദാനമായിട്ട് നൽകി. വളരെ പെട്ടെന്നാണ് അതിൻ്റെ വരികൾ ലഭിക്കുന്നത്. മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അനുചിതമായിട്ടുള്ള വരികൾ ലഭിക്കുന്നത്. അല്ലാതെ ആലോചിച്ചും ചിന്തിച്ചും എഴുതി കഴിഞ്ഞാൽ അനുയോജ്യമായ വരികൾ ലഭിക്കുകയില്ല. പുത്തൻ പാട്ടെഴുത്തുകാരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുത്തൻ പാട്ടെഴുത്തുകാരൊക്കെ സ്റ്റേജിൽ വന്ന് പാടുന്ന കണ്ടില്ലേ, സിനിമാ നടന്മാരെ വെല്ലുന്ന രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞോട്ട് അവർ പാടുന്ന, അങ്ങനെ പാടുന്നവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ആളുകൾ എപ്പോഴും നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന സിംപ്ലിസിറ്റി ആൻഡ് സിൻസിയറിറ്റിയാണ്. അതാണ് നമ്മുടെ ഭാരതത്തിൽ നമുക്ക് ആവശ്യമായി വേണ്ടിയിരിക്കുന്നത്. നമ്മൾ സാറേ ഈ പ്രോഗ്രാം ആരംഭിച്ചത് തന്നെ മൽപ്രിയനെ എന്നേശു നായകനെ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ്. അപ്പോൾ സാറിൻ്റെ ഇന്നേ വരെയുള്ള ഗാനരചനയും പാട്ടുകളും നമ്മൾ വിലയിരുത്തിയാൽ മൽപ്രിയനെ എന്നേശു നായകനെ എന്നുള്ള പാട്ടും എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചു എന്നുള്ള രണ്ട് പാട്ടുകൾ വളരെ ശ്രദ്ധേയമാണത്. മാത്രമല്ല ഇപ്പോഴും ആരാധനയ്ക്ക് ആളുകൾ അത് പാടുകയും അതിലാശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ അത് എഴുതുവാനുള്ള പ്രചോദനമായ സംഗതികൾ അല്ലെങ്കിൽ ആ ഒരു പാട്ടെഴുത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ സാറിനൊന്ന് പറയാം. ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറയാം. 1982 ഒക്ടോബർ മാസം 17-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ കരുനാഗപ്പള്ളിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ട്രെയിനിൽ. അന്നൊക്കെ ലിബറേഷൻ തിയോളജി, വിമോചന വേദശാസ്ത്രം വ്യാപകമായി വർദ്ധിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വരവ് കെട്ടുകഥയാണെന്നും 81-82 ഈ കാലമാണ്. അത് ചില മേൽപ്പട്ടക്കാരും പട്ടക്കാരും അതുപോലെ തന്നെ വേദശാസ്ത്ര പണ്ഡിതന്മാർ രംഗത്തൊങ്ങോട്ടും കൊണ്ടിറങ്ങി ശക്തമായ രീതിയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കെട്ടുകഥയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും കർത്താവിൽ മരിച്ചവർ ആദ്യമായി ഉയർത്തുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ വരികയും ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ പ്രത്യാശ നിർഭരമായിട്ടുള്ള വാക്യങ്ങൾ ആശയ വൈരുദ്ധ്യം നിറഞ്ഞതാണെന്നും അദ്ദേഹത്തിൻ്റെ സാങ്കല്പികമായിട്ടുള്ള ആശയങ്ങളാണെന്നും സത്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ലെന്നും ഒക്കെ പ്രചുര പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയത്ത് അനവധി ബാലികാബാലന്മാർ, അതുപോലെ തന്നെ ഹൈസ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് വിദ്യാർത്ഥികൾ, ഇവരുടെ സൗജന്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന ബാലബുക്കലറ്റുകളും യുവ ബുക്കലറ്റുകളൊക്കെ വായിച്ച് ഈ പ്രവണതയിലേക്ക് ആകൃഷ്ടരാകുന്നത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി. ആപത്ത് വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത ഞാൻ യേശുവേ എന്ന ഗാനം കൃപയെ ഞാൻ കമ്പോസ് ചെയ്തതിനു ശേഷം അതിൻ്റെ വരികൾ അനുഗ്രഹത്തിൻ്റെ അധിപതിയെ അനന്തകൃപ വരുന്നതി എന്ന ഗാനം ചമച്ച എം.ഇ. ചെറിയാച്ചൻ സാറിനെ കൊണ്ടിന്ന് കാണിക്കുകയുണ്ടായി. അദ്ദേഹം ആ വരികളെല്ലാം അവഗാഠപൂർവം അവലോകനം ചെയ്തിട്ട് എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് ഇപ്രകാരം ഒരു വാചകം പറഞ്ഞു: കൊച്ചനജ, 1000 പ്രസംഗങ്ങൾക്ക് സമമാണ്, ടൺ കണക്കിന് പുസ്തകങ്ങൾക്ക് സമമാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടതകൾക്കൂടെയും വേദനകൾക്കൂടെയും കടന്നു പോകുമ്പോൾ പ്രിയ കർത്താവ് പകർന്നു കൊടുക്കുന്ന ഗാനങ്ങളാണ്. ആ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നെ വളരെ ഇൻസ്പയർ ചെയ്തു. ഈ വേദശാസ്ത്ര വിപരീത മല്ലന്മാരെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും പാടാവുന്ന രാഗത്തിലും വാക്കുകളിലും ഒരു എസ്കറ്റോളജിക്കൽ സോങ്, പുനരാഗമന ഗാനം അടിയൻ്റെ നാവിൽ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറയും. ആ ട്രെയിനിൽ കയറി പ്രാർത്ഥന അതേപോലെ തുടർന്നു.
ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. കണ്ണുനീരെല്ലാം തുടച്ച് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. വിൻഡോയിൽ കൂടെ ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ നീല വിഹായസിൽ കൂടെ ഒരു മേഘം പോകുന്നത് കാണാൻ സാധിക്കും. വലിയൊരു മേഘം. ആ മേഘത്തിലേക്ക് തന്നെ എൻ്റെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് പ്രിയ കർത്താവ് വരുന്ന മേഘവും പൂർവ്വ പശ്ചിമ ഉത്തര ദക്ഷിണ ദിക്കുകളിൽ നിന്ന് വിശുദ്ധന്മാരും വിശുദ്ധമതികളും കർത്തൃസന്നിധിയിൽ കടന്നു വരുന്ന മേഘങ്ങളും തമ്മിൽ സന്ധിക്കുന്നതായിട്ടുള്ള അനുഭവത്തെ ഓർത്ത് ആത്മനിർവൃതിയിലായിരിക്കവേ പ്രിയ കർത്താവ് എന്ന നാമത്തിലൊരു പുത്തൻ രാഗം പ്രദാനം ചെയ്യാൻ തുടങ്ങി. എൻ്റെ കണ്ണുകളപ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. തിരുവല്ല സ്റ്റേഷനിൽ വണ്ടി വന്നു നിന്നു. യാത്രക്കാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ആ മേഘത്തിലേക്ക് തന്നെ എൻ്റെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര തുടർന്ന് ചെങ്ങന്നൂരിലോട്ട് പോകുമ്പോൾ ആ രാഗത്തിനനുയോജ്യമായ മലയാള പദങ്ങൾ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും എന്നാരംഭിക്കുന്ന വരിക. എന്നേറെ പറയുന്നു, ട്രെയിൻ കായംകുളം സ്റ്റേഷനോട് അടുക്കാറായപ്പോൾ ആ പാട്ടിൻ്റെ 4 ചരണങ്ങളും അരുമനാഥൻ എൻ്റെ നാവിൽ ദാനമായി നൽകി. എൻ്റെ കയ്യിൽ പേനയോ പേപ്പറൊന്നുമില്ല. വീണ്ടും കരുനാഗപ്പള്ളിയിലെത്തുവാൻ ഏകദേശം 10-50 മിനിറ്റോളം ട്രെയിൻ എടുക്കും. അന്ന് സ്റ്റീം എഞ്ചിനായിരുന്നു. അത്രയും സമയം കൊണ്ട് ആ പാട്ടിൻ്റെ വരികൾ ഞാൻ ആവർത്തിച്ച് പാടി ഹൃദയസ്ഥമാക്കി. കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ വണ്ടി ചെന്ന് നിന്നു. ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഐസക് സാറിൻ്റെ വീട്ടിലേക്ക് പോയി. സാറിൻ്റെ ടേപ്പ് റെക്കോർഡിൽ ആദ്യമായി പകർത്തിയെടുത്ത ഗാനം അത്രേ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും എന്നാരംഭിക്കുന്ന ഗാനം. 1986 ബ്രദർ ദിനകരൻ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു വലിയ ക്രൂസൈഡ് നടത്തി. അദ്ദേഹം കേരളക്കരയിൽ വെച്ച് നടത്തിയതിലേക്ക് ഏറ്റവും വലിയ ക്രൂസൈഡ് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. അവിടുത്തെ ഐക്യ ഗായക സംഘം പല പാട്ടുകളും പാടിയെങ്കിലും ബ്രദർ ദിനകരന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മൽപ്രിയനെ എന്നേശു നായകൻ എന്നുള്ള പാട്ടായിരുന്നു. അവസാന ഞായറാഴ്ച അച്ഛൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ? അവസാന ഞായറാഴ്ച ജീസസ് കാൾസ് ടീം എന്നോടൊരു കാര്യം അഭ്യർത്ഥിച്ചു. ദൈവമേ, ഞാൻ എഴുതിയ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരുമെന്ന ഗാനം ഒറ്റയ്ക്ക് ബ്രദർ ദിനകരൻ ഇരിക്കുന്ന സ്റ്റേജിൽ വന്ന് പാടണം. ആ ദിനത്തിൽ 5 ലക്ഷത്തോളം ആളുകൾ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്നിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്കിവരെ ഫേസ് കൊണ്ട് സംഗീതം പഠിക്കാത്ത ഈ ബലഹീനനായ ഞാൻ ഈ 5 ലക്ഷം ആളുകളെ ഫേസ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് പാടുന്നതോർത്ത് അല്പം ഉൾഭയം എന്നെ അലട്ടാൻ തുടങ്ങി. ജീസസ് കാൾസ് ടീം എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ഉൾക്കരുത്ത് കിട്ടി. 5 ലക്ഷം ആളുകളെ ഫേസ് ചെയ്തുകൊണ്ട് ആ പാട്ടിൻ്റെ വരികൾ ഞാൻ പാടുമ്പോൾ ഇത്രയും ആളുകൾ പാടുന്ന എക്കോ എൻ്റെ കാതുകൾ പ്രതിധ്വനിക്കുന്നത് കേൾക്കാമായിരുന്നു. അതോടുകൂടെ ലിബറേഷൻ തിയോളജിയുടെ എല്ലാ കോട്ടകളും ഇടിഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഏറ്റുപാടാൻ തുടങ്ങി. ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞ ഒരു വാർത്ത, ലിബറൽ ആശയക്കാർ തിരുവല്ലയിൽ സംഘടിച്ചു. ഈ പാട്ടിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവർ ഒരാഴ്ചക്കാലം തലപുകഞ്ഞാലോചിച്ചു. അതിൽ സഖറിയ വർഗീസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, CLS എഴുത്തുകാരൻ സാറുണ്ടായിരുന്നു, വിദ്വാൻ സഖറിയ. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഒരു മിസ്റ്റേക്ക് പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കൃപയാൽ എഴുതപ്പെട്ട ഗാനമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കണ്ടെത്താൻ സാധിക്കാതെ പോയെന്ന് സാറെന്നോട് അറിയിച്ചപ്പോൾ നിറകണ്ണുകളോടെ ഞാൻ കർത്താവിനെ മുഖത്ത് ഉറപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഇത്തരണത്തെ പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൃപയാൽ ഈ പാട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ടിടയായി. ആ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. യൂട്യൂബ് എടുത്തിട്ട് തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന് സെർച്ച് ചെയ്താണ് മതിയാകുന്നത്. അവത്ത് വേളകളിൽ ആനന്ദവേളകളിൽ എന്നുള്ള പാട്ട് ഇതേപോലെ തന്നെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതപ്പെട്ടതാണോ അതോ? അച്ചോ, വളരെ വേദനാജനകമായ ജീവിതാനുഭവത്തിൽ കൂടെ എഴുതപ്പെട്ട പാട്ടത്രേ ആപത്ത് വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശു എന്ന ഗാനം. 1978 മാരാമൺ കൺവെൻഷനിൽ ആണ് ആ പാട്ട് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ വർഷത്തെ ഹിറ്റ് സോങ് ആയി ആ പാട്ട് തീർന്നു. അന്ന് TV ഒന്നും ആയിട്ടില്ല. ആൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം നിലയം പ്രസ്തുത ഗാനമാണ് റേഡിയോ റിപ്പോർട്ടിന് വേണ്ടി റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയത്. അവസാന ഞായറാഴ്ച രാവിലെ 9:30 മണിക്കുള്ള യോഗത്തിൽ മാരാമൺ കൺവെൻഷൻ ഗായക സംഘം പ്രസ്തുത ഗാനം ആലാപനം ചെയ്യുന്നതിന് പ്രാരംഭമായി. ഈ ഗാനം എഴുതാനിടയായ രചനാ സാഹചര്യ സാക്ഷ്യം സ്റ്റേജിൽ വന്ന് സാക്ഷിക്കണമെന്ന് KP പിലിപ്പച്ചൻ ഗായക സംഘ നേതാവായിരുന്ന ആ വന്യ വൈദികൻ എന്നോട് അഭ്യർത്ഥിച്ചിരുന്നു.
ഇതിനോട് എനിക്ക് കൊല്ലം കാനറയിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ തലേ ശനിയാഴ്ച ഏകദേശം 1 മണിയോടുകൂടെ ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി. വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കോഴഞ്ചേരിയിൽ എൻ്റെ ഒരു മാവിയുണ്ട്, മാവിയുടെ വീട്ടിൽ പോയി പാർത്തിട്ട് പിറ്റേന്ന് കൺവെൻഷന് കൂടാനുള്ള പ്ലാനായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് കോഴഞ്ചേരിക്ക് പോയി പിറ്റേ ദിവസം കൺവെൻഷൻ കൂടാനുള്ള പ്ലാനായിരുന്നു. വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പട്ടി ഓടി വന്ന് എന്നെ കടിച്ചു. എന്നെ കടിച്ചതായിട്ടുള്ള പേപ്പട്ടി മറ്റ് 11 പേരെയും കടിച്ചു. അങ്ങനെ ഞങ്ങൾ 12 പേര് പേപ്പട്ടി വിഷബാധയേറ്റവരായി തീർന്നു. പതറുകയില്ല ഞാൻ പ്രതികൂല അനുമതി വന്നിടിലുമെന്ന് ഗായക സംഘം ആയിരക്കണക്കിന് ആളുകളോടൊപ്പം പാടുകയും ആ വരികൾ ജനം ഏറ്റുപാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പതറച്ചി ഉളവാക്കുന്ന പേപ്പട്ടി വിഷബാധയാൽ ഞങ്ങൾ 12 പേർ വേദനിക്കുകയായിരുന്നു. അന്നൊക്കെ ട്രിവാൻഡ്രം വാക്സിൻ മാത്രമേ ഉള്ളൂ പ്രതിരോധ വാക്സിനായിട്ടുള്ളത്. പൊക്കിളിന് ചുറ്റും എടുക്കണം ആ ട്രിവാൻഡ്രം വാക്സിൻ. ഭയങ്കര വേദനയാണ്. ഞങ്ങൾ 12 പേരും കൂടെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറയുന്നു, നിങ്ങൾ 12 പേരും കൂടെ വന്നാൽ ഇവിടെ 2-3 പേർക്കുള്ള വാക്സിനേ ഉള്ളൂ, നിങ്ങൾ പോയി തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എനിക്ക് മാരാമൻ കൺവെൻഷൻ പോകണമെന്ന് ഒരു ക്ഷണം വന്നിട്ടുണ്ട്, പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ആബ്സല്യൂട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. യാത്ര കംപ്ലീറ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. മാരാമൻ കൺവെൻഷൻ ഗായക സംഘം ആ പാട്ട് പാടുന്ന ഒന്നുകൂടെ കേൾക്കാനോ സ്റ്റേജിൽ വന്ന് സാക്ഷിക്കാനോ നിവൃത്തിയില്ലാതെ ഞാൻ മാനസികമായി പതറുകയായിരുന്നു. തിങ്കളാഴ്ച ഞങ്ങൾ 12 പേരും കൂടെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കുന്നൂർ വാക്സിൻ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മസ്കുലർ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, പഥ്യമില്ല. മറ്റേ പൊക്കിളിന് ചുറ്റും എടുക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ 3 മാസം പഥ്യമാണ്, അനങ്ങം പാടില്ല. ഇഞ്ചക്ഷൻ എടുത്തവർ പോലും മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ കുന്നൂർ വാക്സിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അന്ന് റെയർ പ്രോഡക്റ്റ് ആയിരുന്നു കുന്നൂർ വാക്സിൻ. അന്ന് STD സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഫോൺ സൗകര്യമുള്ള ദൈവമക്കൾ കൂടെ ഞങ്ങൾ പലയിടത്തും ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 12 പേരും കൂടെ വന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, കഷ്ടതയുടെ കയ്പതിൻ്റെ പാനപാത്രം അങ്ങൻ്റെ കരങ്ങളിൽ കൊടുപ്പാൻ തന്നിരിക്കുകയാണ്. ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, അപ്പച്ചൻ ഏജ്ഡ് ആയതുകൊണ്ട് ഈ ട്രിവാൻഡ്രം വാക്സിൻ എടുത്താൽ ചിലപ്പോൾ സ്ട്രോക്ക് വരും. സ്ട്രോക്ക് വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുന്നൂർ വാക്സിന് വേണ്ടി ട്രൈ ചെയ്യാൻ നേരത്തെ എന്നോട് പറഞ്ഞിടും. ഒരു തരത്തിലും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ 12 പേരും കൂടെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഔട്ട് പേഷ്യൻസ് വളരെ കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി ചായ എല്ലാം കുടിച്ചിട്ടൊരു 12 മണിക്ക് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ 12 പേരും കൂടെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ കടന്ന് ചായ കുടിക്കാനായിട്ട് ഹോട്ടലിലോട്ട് പോകുമ്പോൾ ദൈവശബ്ദം കേട്ടു, മോനെ നീ കായംകുളത്തോട്ട് പോകുക, നീ കായംകുളത്തോട്ട് പോകുക. അപ്പം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ദൈവശബ്ദം കേൾക്കുന്നു, കായംകുളത്തോട്ട് പോകാൻ ദൈവശബ്ദം കേൾക്കും. ഞാൻ മോനെ നീ പോയിട്ട് വാ, 12 മണിക്ക് മുമ്പേ നിത്യമായിട്ടും മടങ്ങി വരാൻ മറക്കരുതെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. കായംകുളത്തേക്ക് പോയി. അങ്ങനെ കായംകുളത്തോട്ട് പോയി കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്കുള്ളൊരു പാസഞ്ചർ ബസ്സിലാണ് കയറിയത്. അന്ന് ആ ബസ്സുകൾ പ്രൈവറ്റ് ബസ് വഴിയാണ് KSRTC സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. പ്രൈവറ്റ് ബസ്സിൻ്റെ ആ പോയിന്റിൽ വന്നപ്പോൾ ആ ബസ് സ്റ്റോപ്പ് ചെയ്തു. മോനെ നീ ഇവിടേക്ക് ഇറങ്ങ്, തൊട്ടപ്പുറത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം, നീ അവിടേക്ക് പോകാൻ. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, കുന്നൂർ വാക്സിൻ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് 12 പേർക്കുള്ള വാക്സിൻ ഉണ്ടോ? 12 അല്ല 24 പേർക്കുള്ള വാക്സിൻ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വെറ്ററിനറി സർജൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഞാൻ മുട്ടമ്മയിൽ വീണ കർത്താവിന് മുഖത്ത് ഓർപ്പിച്ചു. ആ വാക്സിൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞത് പ്രൈവറ്റായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ, ഗവൺമെൻറ് സാങ്ഷൻ ഇതിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ആ കുന്നൂർ വാക്സിൻ എടുത്തു. ഞങ്ങൾക്ക് പൊക്കിളിന് ചുറ്റും അനുഭവിക്കേണ്ട വന്ന വേദന കർത്താവ് മാറ്റിത്തന്നു. ആ കഷ്ടതയുടെ കയ്പനൂരിൻ്റെ പാനപാത്രം ആ കർത്താവ് കുടിപ്പാൻ തന്നെങ്കിലും ആ കഷ്ടതയുടെ കയ്പിനെ ഡൈല്യൂട്ട് ചെയ്തെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതെല്ലാം ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ നാവിൽ ദാനമായി നൽകിയ പാട്ടാണ് ആപത്ത് വേളകളിൽ ആനന്ദവേളകൾ എന്നുള്ള പാട്ട്.
1979 മാരാമൺ കൺവെൻഷനിലെ ഹിറ്റ് സോങ്ങായി ഈ പാട്ടുണ്ട്. ആ 2 പാട്ടുകളും മാരാമൺ കൺവെൻഷൻ വേദിയിൽ അവസാന ഞായറാഴ്ച രാവിലെ 9:30 മണിക്കുള്ള യോഗത്തിൽ ഗായകസംഘം പാടുന്നതിന് മുമ്പായി പ്രസ്തുത ഗാനങ്ങളുടെ രചനാ സാഹചര്യം സാക്ഷിക്കാനും വൈദികരോടൊപ്പം ഗായക സംഘത്തോടൊപ്പം ആ പാട്ടുകളും പാടുവാനും ഇടയായത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ ഈ ശുശ്രൂഷകൾ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ എപ്പോഴും അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ എഴുതപ്പെടുമ്പോഴാണ് അത് അനേകർക്ക് പ്രചോദനമായി തീരുന്നത്. അതുകൊണ്ട് ഇനിയും ദൈവം തമ്പുരാൻ സംഗീത ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. അനേക പാട്ടുകൾക്ക് രചന നിർവഹിക്കാനും അത് ശുശ്രൂഷയുടെ ഭാഗമാക്കി മാറ്റുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും. ഇത്രയും നേരം ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുവാനും പ്രിയ കർത്താവ് എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചതായിട്ടുള്ള ഗാനങ്ങളുടെ രചനാ സാഹചര്യം സാക്ഷിപ്പാനും അവസരമൊരുക്കിയ ഹൂസ്റ്റൺ വോയിസിൻ്റെ സെന്നി ഉമ്മൻ സാറിനും സഹധർമ്മിണി ഷൈനി ഉമ്മൻ സിസ്റ്ററിനും എന്നോട്
വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഈ അഭിമുഖത്തെ സമ്പുഷ്ടമാക്കിയ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനും സഭനെ ഞാൻ സമർപ്പിക്കുന്നു കൃതജ്ഞതയുടെ കൂപ്പുകൾ. താങ്ക് യു സാർ, താങ്ക് യു.